ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ ആൻറ്റിയുടെ വീട്ടിലാണ് ഉള്ളത് കേട്ടോ. ബാംഗ്ലൂരിൽ എൻ്റെ ആൻറ്റി ഉണ്ട്, അവരുടെ വീട്ടിൽ വന്നതായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് കുറച്ച് കോൾഡും ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവർ വീട്ടിൽ വന്നപ്പോൾ ഊണ് കഴിക്കാൻ വേണ്ടി അമ്മായി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നല്ല കോൾഡാണ് എന്ന്. അന്ന് അവിടെ ഇരിക്കൂ, ഞാൻ എൻ്റെ സെർവൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞു നല്ല രസം വെച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ രസം ഒന്ന് കാണണ്ടിരുന്നു. നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിലല്ല അവർ രസം ഉണ്ടാക്കുന്നത്. അവർ ഒരു ട്രിവാൻഡ്രം ബേസ്ഡ് ലേഡിയാണ്. അവിടെ അവരവിടെ ജനിച്ചു വളർന്ന ഒരു സ്ത്രീയാണ്. അവരുടെ ഭാഷയിൽ നല്ല വ്യത്യാസമുണ്ട്. ടിപ്പിക്കൽ ട്രിവാൻഡ്രം. സോ അവർ ഉണ്ടാക്കിയ രസമാണ് കേട്ടോ ഞാൻ കാണിക്കാം. ഞാൻ ഉണ്ടാക്കുന്ന അതേ രീതിയല്ല. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അവരാദ്യം എന്ത് ചെയ്തു വെച്ചാൽ കുറച്ച് കൊത്തമല്ലി ഇലയൊക്കെ എടുത്ത് വെള്ളത്തിലിട്ടു, തക്കാളി മുറിച്ച് വെച്ചു, പിന്നെ ഉള്ളി, ഞാൻ ഉള്ളി ഇടാറില്ല, ആ ഉള്ളി എടുത്ത് അവിടെ മുറിച്ച് വെച്ചിരിക്കുന്ന കണ്ടു, കുറച്ച് പുളി കലക്കുന്ന കണ്ടു. ഇതെല്ലാം ചെയ്തതിന് ശേഷം അവർ പിന്നെ ഒരു കഷ്ണം ഇഞ്ചി വെട്ടിയെടുത്തിട്ട് അതിനെ കല്ലിലിട്ട് ചതച്ചു. ഇതാ ഇഞ്ചി മുറിക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ കല്ലിലിട്ടിട്ട് മറ്റേ ഒരകല്ലില്ലേ അതിലിട്ടിട്ട് താഴെ വെച്ചിരുന്നിട്ട് ചതച്ചെടുത്തു. ഇഞ്ചിയും ഒരു 5-6 വെളുത്തുള്ളി. ഞാനിത് രണ്ടും കൂടി ഇടാറില്ല, വെളുത്തുള്ളി മാത്രമേ ഇടാറുള്ളൂ. പക്ഷേ രസം എന്തായാലും നന്നായിരുന്നു. അതും കൂടെ ചതച്ചിട്ട് വേഗം ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കണമല്ലോ കേട്ടോ. ഞാൻ ഇതെല്ലാം അവിടെ നിന്ന് കാണുകയാണ്. അതിനുശേഷം അവർ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ച ശേഷമാണ് കുറച്ച് കുരുമുളക് എടുത്തിട്ട് അതേ കല്ലിലിട്ടിട്ട് അതും ഒന്ന് ചതച്ചെടുത്തു കേട്ടോ. ഈ തക്കാളി വളരെ നല്ല പഴുത്ത തക്കാളിയായിരുന്നു. കൂടെ തന്നെ ലേശം പുളിയും ചേർത്തിട്ടുണ്ട്. അത് രണ്ടും ആദ്യമേ തന്നെ അവർ മുറിച്ചും. അപ്പോൾ ഈ വെളുത്തുള്ളിയും ഇതും കൂടെ ഒരു പ്ലേറ്റിലാക്കി വെച്ചു. അതിന് ശേഷം ഇപ്പം നല്ലോണം ഇപ്പോൾ കുരുമുളകാണ് ചതയ്ക്കുന്നത് കേട്ടോ. കുരുമുളക് എടുത്ത് അവർ എല്ലാം ക്രഷ് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് നല്ല മണം ഉണ്ടായിരുന്നു. അരയ്ക്കൊന്നും ചെയ്തില്ല, കല്ലിലിട്ടൊന്ന് ക്രഷ് ചെയ്തു. അതിനുശേഷം കുരുമുളകിനെ എടുത്ത് സൈഡിൽ വെച്ചു. പിന്നെ മല്ലിയില മുറിച്ച് വെച്ചു. ഇതൊക്കെ ആദ്യം റെഡിയാക്കി മല്ലിയിലയും മുറിച്ച് വെച്ച ശേഷം അവർ ചീനച്ചട്ടി അടുപ്പത്ത് വെക്കണമുണ്ട്. ഞാൻ അവിടെ നിന്നിങ്ങനെ അവരെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ, എന്തൊക്കെ കാണിക്കണമെന്നുള്ളത് മാത്രം. ചീനച്ചട്ടി വെച്ചിട്ട് അവരതിലേക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം കടുകിട്ട് പൊട്ടിച്ചു. കൂടെ തന്നെ കായ എടുത്തു. അതിൻ്റെ ഇടയിൽ കട്ടക്കായാണ് എടുത്തത്. എണ്ണ ഒഴിച്ചിട്ട് ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് കടുകിട്ടു. ഇപ്പോൾ കടുകിട്ട ശേഷം കടുകൊന്ന് പൊട്ടി വന്നപ്പോൾ അവരതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളിയിട്ടു കേട്ടോ. ഇവിടെ വേറെ ഒന്നും വറുത്തിട്ടില്ല. കടുകും ഉള്ളിയും കൂടെ നന്നായി അരിഞ്ഞ ശേഷം വെളുത്തുള്ളി ഇഞ്ചി ഇട്ടു. അതിനെ ഒന്ന് വഴറ്റി അത് നല്ലോണം ഒരു മണം വന്നപ്പോൾ ആ കുരുമുളക് ചതച്ചെടുത്തു കേട്ടോ. ഈ കുരുമുളക് അവർ ഒരു 8-9 ഇട്ടിട്ടുണ്ടാവും. നല്ല കാരമുണ്ടായിരുന്നു എന്തായാലും. അതിന് ശേഷം അവരെന്ത് ചെയ്തു, കുരുമുളക് ഇട്ടിട്ട് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം തക്കാളി ഇട്ടു. ആ പഴുത്ത തക്കാളിയിൽ അതിനെ അതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി. ഇനിയിപ്പോൾ മല്ലിയില കൂട്ടി, കുരുമുളകും കൂട്ടി, ഇതെല്ലാം കൂടി അവർ വഴറ്റുകയാണ്. ഞാനിങ്ങനെ ഇതെല്ലാം ഇട്ടിട്ട് വഴറ്റാറില്ല കേട്ടോ. പക്ഷേ അവർ ചെയ്തത് നല്ല രസമുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ചപ്പോൾ. പിന്നെ അവർ എന്താക്കി വെച്ചാൽ കായം ഒപ്പം ഇടുന്നുണ്ട്. കട്ടക്കായം എടുത്തിട്ടു കേട്ടോ. എന്നിട്ട് പുളിവെള്ളം അവർ കലക്കി ഒഴിച്ചു. പുളിവെള്ളത്തിൻ്റെ കൂടെ അതിൻ്റെ കൂടെ 1 കപ്പ് വെള്ളം കൂടെ നല്ലോണം ഒഴിച്ചു. പിന്നെ എന്ത് ചെയ്തറിയോ, മഞ്ഞളിട്ടു. ഈ പുളിയുടെ കൂടെ 1 ഗ്ലാസ് കൂടി നിറയെ വെള്ളം ഒഴിച്ചു. എന്നിട്ട് ഉപ്പിട്ടു.
എന്നിട്ട് മഞ്ഞൾ ഇട്ടിട്ട് അതിനെ അവിടെ അടച്ചു വെച്ചു. എന്നോട് പറഞ്ഞു ലേശം മുളക് പൊടി വേണമെങ്കിൽ ഇടാം. അതുകൊണ്ട് ഇട്ടു. എന്താ വെച്ചാൽ കുരുമുളകിൻ്റെ മണം മാത്രം മതിയോ. ഇനി എന്ത് ചെയ്തു, ഇതെല്ലാം കൂടി അടച്ചു വെച്ചു, നന്നായി തിളച്ചു. അപ്പോൾ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അവർ പറഞ്ഞു സാധാരണ അവർ മല്ലിപ്പൊടി ഇടും, പക്ഷേ ഇതിലിട്ടില്ല. ഞാൻ മല്ലി അതിൻ്റെ കൂടെ പൊടിക്കാറ്. ഇപ്പം എൻ്റെ രസം റെഡിയായിട്ട് വന്നു. അപ്പോഴേക്കും അവരെല്ലാം പ്ലേറ്റിൽ മേശപ്പുറത്ത് നിരത്തിയിരുന്നു എല്ലാം വിളമ്പാൻ. ആദ്യം അതിൽ പടവലങ്ങ, മുരിങ്ങയില മുളക് വെച്ചു ഈ രസത്തിൻ്റെ കൂടെ തന്നെ കേട്ടോ. പിന്നെ പടവലങ്ങ തോരൻ ഉണ്ടായിരുന്നു. പിന്നെ എന്തായിരുന്നു, സ്വീറ്റ് പൊട്ടറ്റോ, ചക്രവള്ളി കിഴങ്ങെന്നാണ് ഞങ്ങൾ പറയുക, അത് വെച്ചിട്ട് ഒരു തോരൻ ഉണ്ടായിരുന്നു. പിന്നെ കട്ട തൈര് ഉണ്ടായിരുന്നു. ചോറും ചോറോടെ കണ്ടു. ഇതെല്ലാം കൂട്ടി നല്ലൊരു ഊണുണ്ട് കേട്ടോ.